ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേരത്തെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുടി കഴുകുമ്പോൾ അറിയേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക്, ഷെയറും കമൻറ്റ് എല്ലാം ചെയ്തേക്കുക. അതുകൂടാതെ തന്നെ ഇത് നിങ്ങൾക്ക് എന്തായാലും 100% ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം കേട്ടോ. നമ്മളെല്ലാവരും ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ഹെയറിന് ഡാമേജ് വരുത്തുന്ന കുറച്ച് പ്രശ്നങ്ങളല്ല എങ്കിൽ അറിയാതെ ചെയ്യുന്ന കുറച്ച് തെറ്റുകളാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കേട്ടോ. നമ്മളെല്ലാവരും കുളിക്കാൻ പോകുന്നതിന് മുമ്പ് മുടി ചീകിയിട്ട് പോകുന്നവർ എത്ര പേര് കാണും? ചീപ്പ് ഉപയോഗിച്ച് ചീകിയിലായെങ്കിലും, അതായത് പല്ലകളുള്ള ചീപ്പ് ഉപയോഗിച്ച് ചീകിയിലായെങ്കിലും കൈ കൊണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മുടെ മുടിയുടെ ജടയെല്ലാം കളഞ്ഞൊന്ന് നമ്മുടെ മുടി വൃത്തിയാക്കിയിട്ട് കുളിക്കുന്ന എത്ര ആൾക്കാർ കാണും? അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് മുടിയുടെ ജടയെല്ലാം നല്ല വൃത്തിയായി കളയാൻ വേണ്ടിയിട്ട് മറക്കരുത്. കൈ ഉപയോഗിച്ചല്ല എങ്കിൽ നമ്മുടെ കോമ്പ് ഉപയോഗിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ. ജട മാറ്റാതെയാണ് കുളിക്കുന്നതെങ്കിൽ ആ ജടയിൽ വെള്ളം വീണിട്ട് ജട വീണ്ടും വലുതായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അത് കാരണം നമ്മുടെ മുടി പൊട്ടിപ്പോകാനും ഊരിപ്പോകാനും എല്ലാം ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാരണവശാൽ എണ്ണ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ മുടിയിൽ കോമ്പ് ഉപയോഗിച്ച് ചീകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ ചീകിയാലും നമ്മുടെ മുടി ഊരിപ്പോകാനും പൊട്ടിപ്പോകാനും എല്ലാ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട്, അതായത് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളയേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടീഷണർ ഉപയോഗിക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ. നമ്മൾ ഷാംപൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ് നമ്മുടെ കണ്ടീഷണർ അല്ലേ. ഷാംപൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ എണ്ണമയെല്ലാം മാറി നമ്മുടെ മുടി നല്ല ഡ്രൈ ആകും അല്ലേ. അതുപോലെ തന്നെ നല്ല ഫ്രിസ്സും ആകും. ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ നമ്മുടെ മുടി ഒതുങ്ങിയിരിക്കാനും നമ്മുടെ മുടിയെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും നമ്മുടെ കണ്ടീഷണർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളുടേത് ഓയിലി സ്കാൽപ്പ് ആണെങ്കിലും കണ്ടീഷണർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഓയിലി സ്കാൽപ്പിൽ മസ്റ്റായിട്ടും കണ്ടീഷണർ ഉപയോഗിക്കാം കേട്ടോ. കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കണ്ടീഷണർ ഒരു കാരണവശാലും നമ്മുടെ സ്കാൽപ്പിൽ ഇടാൻ പാടില്ല കേട്ടോ. കാരണം നമ്മൾ ഷാംപൂസ് ഇടുന്നത് പോലെ ഉപയോഗിക്കേണ്ട ഒന്നല്ല നമ്മുടെ കണ്ടീഷണർ കേട്ടോ. നമ്മുടെ പകുതി മുടി മുതലാണ് നമ്മുടെ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളം മുടിയിലുണ്ടെങ്കിൽ ആ വെള്ളം മുഴുവനും പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മാത്രം കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് വെള്ളമുള്ള മുടിയിലേക്ക് കണ്ടീഷണർ ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലേ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും സ്കാൽപ്പിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യണം കേട്ടോ. ഇല്ല എങ്കിൽ നമ്മുടെ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഹെയർ ഫാൾ കൂടാനും നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത്, അതായത് വണ്ണം കുറഞ്ഞ് തിന്നായി മാറാനും ആ മുടിയുടെ ബലം കുറയാനും ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഹെയറിൽ കണ്ടീഷണർ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്നുള്ളൊരു കാര്യമായിരിക്കും അല്ലേ, ഷാംപൂസ് എടുത്ത ശേഷം സ്കാൽപ്പിലേക്ക് അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള ഷാംപൂസ് എടുത്തിട്ട് അതൊരു കപ്പിൽ എടുത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നല്ലവണ്ണം ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് നമ്മുടെ വിരലുകൾ കൊണ്ട് നമ്മൾ സ്കാൽപ്പ് വൃത്തിയാക്കേണ്ടതാണ് കേട്ടോ. അത് നമ്മുടെ മുടി ഇഴകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മുടെ ഷാംപൂസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലെ ഡെഡ് സെൽസും, അതായത് അഴുക്കും എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ഷാംപൂസ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ മാത്രം ഷാംപൂസ് അപ്ലൈ ചെയ്താൽ മതി. ഷാംപൂസ് മസ്റ്റായിട്ട് സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യുക. നമ്മുടെ കണ്ടീഷണർ നമ്മുടെ മുടികൾ, അതായത് മുടിയിഴയുടെ പകുതിയിൽ നിന്ന് അങ്ങോട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ. ഷാംപൂസ് നമ്മുടെ മുടി ഇഴകളിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനും വരണ്ടു പോകാനും മുടി കട്ടി കുറയാനും മുടിയുടെ നിറം മങ്ങാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറിയ രീതിയിലൊക്കെ വെള്ളം നമ്മുടെ മുടി ഇഴകളിലേക്ക് വരുമല്ലോ, അത് മതി നമ്മുടെ മുടി ഇഴകളിൽ അഴുക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മുടി ഇഴകളിലേക്ക് ഷാംപൂസ് ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യമേ തന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ സ്കാൽപ്പിന് ആവശ്യമായിട്ടുള്ള ഷാംപൂസ് എടുത്ത് ഡൈലൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അല്ല എങ്കിൽ നമ്മൾ ചിലരുണ്ട് കുറച്ച് അപ്ലൈ ചെയ്ത് അത് നല്ലവണ്ണം കഴുകി കളഞ്ഞിട്ട് വീണ്ടും അപ്ലൈ ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഷാംപൂസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.